ഫിയർ ഓഫ് ബീയിങ് ജഡ്ജ്ഡ്. ഈ ഒരൊറ്റ പേടി കാരണം നമ്മളെല്ലാവരും കുറേ അധികം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലേ. എങ്കിൽ എൻ്റെ ലൈഫിലും ഞാൻ അങ്ങനെ ആ ഒരു പേടി കാരണം മാറ്റി വെച്ച ഒരു സ്വപ്നമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ. ആൻഡ് ഇറ്റ് ടുക്ക് മീ ഓൾമോസ്റ്റ് 8 ഇയേഴ്സ് ടു ഓവർകം ദാറ്റ് ഫിയർ. കേൾക്കുമ്പോൾ ചിരി വരാം അല്ലേ? പക്ഷെ എനിക്കറിയാം, അറ്റ്ലീസ്റ്റ് ഈ കാണുന്ന ഒരാൾക്കെങ്കിലും ഞാനായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. എന്നെക്കുറിച്ച് എല്ലാവരും എന്ത് പറയും? അയ്യോ, അവരെന്നെ ജഡ്ജ് ചെയ്യില്ലേ? അല്ലെങ്കിൽ അവരെന്നെ കുറ്റം പറയില്ലേ എൻ്റെ പുറകെ ഇരുന്ന്? അതുമല്ലെങ്കിൽ അവരെൻ്റെ ഇൻസെക്യൂരിറ്റീസ് പോയിൻ്റ് ഔട്ട് ചെയ്യുമോ? എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകൾ. അതിൻ്റെ അകത്തുനിന്ന് ഇപ്പോഴും പുറത്ത് വന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാനൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാം എന്ന് തീരുമാനിച്ചു. എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കാര്യം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും തുടങ്ങില്ലായിരിക്കും അല്ലേ? എന്നാൽ നമ്മുടെ ഇംപെർഫെക്ഷൻസിലും നമ്മുടെ പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അന്ന് മുതൽ നമ്മുടെ ജേണി വേറൊരു റൂട്ട് പിടിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഹായ്, എൻ്റെ പേര് ഡോക്ടർ രേവതി രമേശ് ആൻഡ് ഐ എം എ ഗ്രാജുവേറ്റ് ഫ്രം ഗവൺമെൻറ് ആയുർവേദ കോളേജ്, തൃപ്പൂണിത്തുറ. കോളേജിലൊന്നും ഞാൻ അങ്ങനെ സ്റ്റേജിൽ കയറി പറയുകയോ അല്ലെങ്കിൽ മൈക്ക് പിടിക്കാൻ തന്നെ എനിക്ക് ഭയങ്കര നാണമായിരുന്നു. നാണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കാരണം എന്നെ അറിയാവുന്നവർ വേണമെങ്കിൽ അപ്പോൾ പറയാം, ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ നിന്ന് കാണാറില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ എന്തെങ്കിലും പോയി പറഞ്ഞ് അബദ്ധമാകുമോ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നിട്ട് അത് പിന്നെ എല്ലാവരും എന്നെ കളിയാക്കാൻ നിൽക്കും. അങ്ങനെ കുറേ ഡൗട്ടുകളായിരുന്നു എനിക്ക്. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് 6 വർഷത്തിൻ്റെ ഇടയിലും പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, എങ്ങനെ എല്ലാവരും ഈ സ്റ്റേജിൽ കയറി പറയുക, എങ്ങനെ എല്ലാവരും ഈ മൈക്ക് പിടിക്കുക, അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ടാവും. പക്ഷേ ഞാനിടയിൽ ഒരു പോയിന്റിൽ ചിന്തിച്ചൊരു കെ വിയിലാണ് പഠിച്ചത്. ഞാൻ കെ വിയിൽ സ്കൂൾ ക്യാപ്റ്റനായിരുന്നു എൻ്റെ 12th. ഞാൻ അന്നൊക്കെ സ്റ്റേജിൽ സുഖമായിട്ട് കയറി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ അവിടുന്ന് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നു എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. മേ ബി ലൈഫിൽ കുറേ അധികം സിറ്റുവേഷൻ കാരണം ആൾക്കാരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ കയറിക്കൂടിയിട്ടായിരിക്കാം. ഞാൻ എന്നെ തന്നെ സെൽഫ് ഡൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടും ആകാം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആകാം ഒരു റീസൺസ് ഒക്കെ. പക്ഷെ ഞാൻ അറ്റ് ലാസ്റ്റ് ഐ ഡിസൈഡഡ് ടു ബ്രേക്ക് ഓപ്പൺ മൈ ഷെൽ ആൻഡ് യാ. അപ്പം നോക്കാം, ഇത് കാരണം ആർക്കെങ്കിലും ഒരാളെങ്കിലും അവരുടെ ഷെല്ല് ബ്രേക്ക് ചെയ്യാൻ അവർക്കും ധൈര്യം കിട്ടുവാണെങ്കിൽ ഐ കൺസിഡർ ഇറ്റ് ആസ് മൈ സക്സസ്. അപ്പോൾ ലെറ്റ്സ് സീ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സീ യു സൂൺ. ബൈ.